ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് ചിക്കൻ കറി വെക്കുവാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേക്കാൻ ശരിക്കും താമസിച്ചു പോയി. എനിക്ക് തോന്നുന്നൊരു ഏകദേശം 8 മണി അല്ലെങ്കിൽ ഒരു 8:15 അതിനകത്തായിട്ടുണ്ട് കേട്ടോ എഴുന്നേക്കാൻ. ഇന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ ലേറ്റായതിൻ്റെ കാരണം കിച്ചൂസിന് തലേന്നും വയ്യായിരുന്നു. നല്ല പനിയുണ്ട്. പനി കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കൂടുതലല്ല, എന്നാൽ കുറവാണോ എന്ന് ചോദിച്ചാൽ കുറവല്ല. അവന് നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് അവനെ ഞാൻ സ്കൂളിൽ ഇന്നും വിട്ടിട്ടില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കേണ്ട കാര്യമില്ല. അവന് സ്കൂളിൽ പോകേണ്ട ദിവസം മതി കേട്ടോ. ഞങ്ങൾക്ക് രാവിലെ ഇവിടെ ഫുഡ് ആവേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ലേറ്റായിട്ടൊക്കെ തന്നെയാണ് കഴിക്കാറ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഫുഡ് കഴിച്ചതാണ് ഞാനും മമ്മിയും. പിന്നെ ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ചോറ് കഴിക്കുന്നത്. അതുവരെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ കഴിക്കാഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നല്ല ബിസി ആയിരുന്നു. കാരണം പപ്പ ഇന്ന് ദുബായിക്ക് പോവുകയാണ്. 2 മാസം കൂടുമ്പോൾ പോവും, വരും, വീണ്ടും പോകും, അങ്ങനെ വന്നും പോയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പപ്പ പോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവിടെ അനിയനുണ്ട്, അനിയൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പപ്പയും മമ്മിയുടെ അനിയത്തിയുടെ മോനുമാണ് ഇന്ന് ദുബായിക്ക് പോകുന്നത്. അവൻ അവിടെ ജോലിയാണ്, അപ്പോൾ ലീവിന് വന്നതാണ്. അപ്പോൾ അവൻ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നേ. അതായത് അവർക്ക് ദുബായിൽ വിസിറ്റിംഗ് വിസയ്ക്ക് പോകുമ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് കാണിക്കുന്ന ഒരു പരിപാടി ഇപ്പോൾ അവർ UK ഒക്കെ ഉള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനൊരു സംഭവം ഇപ്പം ദുബായിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പം പപ്പയൊക്കെ പോകുന്നത് കൊണ്ട് അക്കൗണ്ടിൽ ക്യാഷ് കാണിക്കേണ്ടത് കൊണ്ട് ആ ക്യാഷ് ഇടാൻ വേണ്ടി ഞാനും മമ്മിയും കൂടെ കേട്ടോ രാവിലെ ഇന്ന് ബാങ്കിൽ പോയത്. കിച്ചൂസിനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആരും ഇല്ലാഞ്ഞതുകൊണ്ട് അവനെയും കൂടെ കൊണ്ടുപോയി. അങ്ങനെ രാവിലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഏകദേശം കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല രാവിലെ. ഞങ്ങളൊരു ഏകദേശം ഒരു 10-11 മണി എന്തോ ആയപ്പം പോയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മണി എന്തോ ആയി ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ. അത്രയും താമസം ഉണ്ടായിരുന്നു. SBIയിലായിരുന്നു പോയത്. അപ്പോൾ നല്ല താമസം ഉണ്ടായിരുന്നു പോകാനെ കൊണ്ട്. അങ്ങനെ പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ചിക്കൻ വാങ്ങിയിട്ട് വന്നു. കാരണം ഞങ്ങൾ രാവിലെ ചോറ് മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മോരുകറി ഇന്നലത്തെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമുക്ക് തോരൻ വെപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. കാരണം നമുക്ക് രാവിലെ പോകേണ്ടത് കൊണ്ട് ഞങ്ങളിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ചില്ല. അപ്പം പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു. ചിക്കനൊക്കെ ഇപ്പോൾ എന്തൊരു റേറ്റ് ആണെന്നേ. മീൻ നോക്കിയതാണ് കേട്ടോ, പക്ഷേ ആ സമയമായതുകൊണ്ട് മീൻ കിട്ടിയില്ല. അങ്ങനെ ചിക്കൻ നേരെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാനാണ് കേട്ടോ ചിക്കൻ കറി ഇന്ന് വെച്ചത്. ഞാൻ എങ്ങനെയാണ് വെച്ചതെന്ന് ചോദിച്ചാൽ ആദ്യമേ ചിക്കനൊക്കെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ചിക്കനൊക്കെ കഴുകി അങ്ങനെ മസാലയൊക്കെ, അതായത് പൊരിക്കുന്ന രീതിയിൽ, വറുക്കാനുള്ള രീതിയിൽ മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം ഇങ്ങനെ ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ആ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ പറമ്പിൽ പോയി വെണ്ടയ്ക്ക പറിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടക്കുട്ടന്മാരും എല്ലാവരും മുരിങ്ങയ്ക്ക് എല്ലാം കൂടെ രാജ്യം കടന്നങ്ങ് ദുബായിക്ക് പോകാൻ പോവാം കേട്ടോ. അപ്പോൾ പപ്പ പോകുമ്പോൾ വിചാരിച്ചു നമ്മുടെ അയ്യത്ത് തന്നെ ഉണ്ടായ, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ മറ്റേ കീടനാശിനികളൊന്നും അടിക്കാത്ത നല്ല ഫ്രഷായ സാധനം അവർക്കും കൂടി കുറച്ച് കൊടുത്തു വിടാമെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുക്കുകയാണേ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ പറിച്ചു വെച്ചതൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഭയങ്കര ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂട് തുടങ്ങി. 2-3 ദിവസം മഴയുണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങ് ചൂട് കയറി അങ്ങ് മുതലാക്കിയിരിക്കുകയാണേ. ഭയങ്കര ചൂട്, രക്ഷയില്ല. അങ്ങനെ ആയിപ്പോയി നമ്മളതൊക്കെ പറിച്ചിട്ട് വന്നു. അപ്പോൾ അതും കൂടിയൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെ പാക്കിങ്ങിൻ്റെ പ്രോസസ്സിങ്ങൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ നമ്മൾ ചക്കവറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പാവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ തേങ്ങകളിങ്ങനെ വറുത്ത് മീൻകറിക്കൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് കുറച്ച് വറുത്തരച്ചതും കൂടെ ചേർത്താണ് കേട്ടോ നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കിയത്. അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, ഈ തേങ്ങ വറുത്തരച്ചതും കൂടെ അതിനകത്ത് ചേർത്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോകാനുള്ളത്. പിന്നെ ചക്കക്കുരു ഉണ്ട്, വെണ്ടയ്ക്കയുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ. അത് കഴിഞ്ഞൊരു 4 മണി 4:15 ആയപ്പോഴേക്കും, 4 മണി 4:15 അല്ല, 5 മണി 5:15 ഏകദേശം. അപ്പോഴത്തേക്കും ആൻറ്റിയും അങ്കിളും അനിയത്തി മീൻസ് എൻ്റെ ഒരു മൂട് നാത്തൂനാണ് കേട്ടോ. ഇവിടെ എബിചാൻ്റെ കുടുംബത്തിൽ നാത്തൂനാണ്. നാത്തൂനും എബിചാൻ്റെ അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണ് കേട്ടോ
ദുബായിക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്നും അധികം ലഗേജുകളൊന്നും കൊണ്ടുപോകാനുണ്ടായിരുന്നില്ല. ഏകദേശം എല്ലാവർക്കും കൂടി ഇത്രയും ലഗേജൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആൻറ്റി അവിടുന്ന് കുറേ അച്ചാറും പിന്നെന്താണ് കുറേ പഴവും ഒക്കെ കൊണ്ടുവന്നു. പഴമൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മളതൊന്നും എടുത്തില്ല. കുറച്ചെന്തോ മമ്മി എടുത്തിട്ട് ബാലൻസ് എല്ലാവർക്കും കൊടുത്തു വിട്ടു. കാരണം ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടും. എന്നാൽ ചോദിക്കും ദുബായിൽ കിട്ടത്തില്ലേന്ന്. അങ്ങനെയല്ല, നമ്മൾ പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ എത്രത്തോളം സാധനങ്ങൾ കൊണ്ടുപോകും അത്രത്തോളം സാധനങ്ങൾ കൊണ്ടുപോകണം. അത്രയെങ്കിലും ആവുമല്ലോ. ഞാനൊക്കെ ദുബായിലായിരുന്ന സമയത്ത് നാട്ടിൽ വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഒരു മുട്ടുസൂചി യൂസ്ഡ് ആണെന്ന് തോന്നിയാലും ആ സാധനം ഉൾപ്പെടെ ഞാൻ കൊണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു 6 മാസത്തേക്കുള്ള പൊടി ഐറ്റംസും പിന്നെ ഈ ബീഫൊക്കെ ഉണക്കിയതും ഉണക്കമീനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോവേ. കാരണം അവിടെയൊക്കെ നമ്മളിപ്പോൾ ഇവിടെ 100 രൂപയ്ക്ക് മേടിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അവിടെ അത് നേരെ ഡബിൾ ചാർജ് ആവും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിചാരിക്കും എത്രത്തോളം സാധനങ്ങൾ കൊണ്ടുപോകാം അത്രത്തോളം സാധനങ്ങളുണ്ടോ. നമ്മളപ്പോൾ ഫ്ലൈറ്റിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് ലഗേജും കൂടെ മാക്സിമം കിട്ടുന്ന ടൈപ്പിലുള്ള ലഗേജൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ളതേ നമ്മൾ ബുക്ക് ചെയ്തെടുക്കാറുള്ളൂ. കാരണം അത്രയും സാധനങ്ങൾ കൊണ്ടുപോകാറ്. ഇപ്പോൾ ഞാനും അഭിഷാനും കിച്ചൂസും കൂടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 120 കിലോ അടുപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റും വൺ സൈഡ്. തിരിച്ചും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും ഏകദേശം അത്രയൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഒരാൾക്ക് 37 കിലോ ഒക്കെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോയി. അതുപോലെ ഇവർക്കും നമ്മൾ പറ്റുന്നത്ര സാധനങ്ങൾ കൊണ്ടുവിടുക. ഇതിപ്പോൾ ഈ ഒരു വിസ എടുത്തത് പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. നിന്ന നിപ്പിൽ തീരുമാനിച്ച് പെട്ടെന്ന് പോവുകയാണ്. പോകുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നതാണ്, പക്ഷേ ഉടനെ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ പിന്നെ വിചാരിച്ചു പോവാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് അറേഞ്ച് ചെയ്തതാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഗോതമ്പൊക്കെ ഉണക്കി പൊടിച്ചു, അത് പച്ചരി, പിന്നെന്താ വറ്റൽ ഐറ്റംസ്, പിന്നെ കുറേ മരുന്നുകൾ, അങ്ങനെ എല്ലാം കൂടെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു വിടുകയാണ്. അപ്പോൾ അവർ ഏകദേശം എല്ലാം സെറ്റായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. കിച്ചൂസിന് നല്ല പനിയുണ്ട്. കിച്ചൂസ് അതിനിടയ്ക്ക് ചിണുങ്ങുന്നുണ്ട്. അപ്പോൾ എന്നാലും അവനും കൂടി പോകുന്നെന്നും പറഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് അവരുടെ കൂടെ പോകാനെ കൊണ്ട്. പോയിട്ട് അവർ തിരിച്ച് ഇതുവഴി കൂടെ തന്നെ വരും. അപ്പോൾ അവനെ ഇവിടെ ആക്കിയിട്ടേ പോകത്തുള്ളൂ. അപ്പോൾ അവർ ആൻറ്റി അങ്കിളും സുബിനും സിമി പിന്നെ പപ്പ റോബിൻ അവരെല്ലാവരും കൂടി പോവാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ദൈവം എല്ലാം സേഫായിട്ട് തന്നെ എത്തേണ്ടടുത്ത് എത്തിക്കട്ടെ. സുരക്ഷിതമായിട്ട് അവർ പോയിട്ട് വരട്ടെ. ഇനി 2 മാസം കഴിഞ്ഞിട്ടേ പപ്പ വരത്തുള്ളൂ. ഇനി പപ്പ ഏകദേശം വരെ ഏപ്രിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ പിന്നെന്താണ്, ഇപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇതാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സും നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഫാമിലി മെമ്പേഴ്സിലുള്ളവരൊക്കെ മെസ്സേജ് കമൻസ് ഇടുന്നുണ്ട്. ഡെയിലി പറ്റുവാണെന്നുണ്ടെങ്കിൽ 2 ദിവസമെങ്കിലും കൂടുമ്പോൾ വീഡിയോ ഇടണേന്ന്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും പുതിയ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ ഞാനും കിച്ചൂസും മമ്മിയും മാത്രമേ ഇവിടെ ഉള്ളൂ. പപ്പയും കൂടെ പോയല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ. അപ്പോൾ വരും വീഡിയോകളിലൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നാളെ നമ്മൾ വീട്ടിൽ പോകും കേട്ടോ. എൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പം മമ്മി തന്നെ ഉള്ളൂ ഇവിടെ. അപ്പം പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളും വീട്ടിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.